ചോദ്യം 1. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങൾ ഏതു പേരിലറിയപ്പെടുന്നു? ശരി ഉത്തരം പകർച്ചവ്യാധികൾ. ചോദ്യം 2. പകർച്ചവ്യാധി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ശരി ഉത്തരം ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ്, കോളറ. ചോദ്യം 3. പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ എങ്ങനെ വിളിക്കുന്നു? ശരി ഉത്തരം മഹാമാരി. ചോദ്യം 4. മനുഷ്യരാശി അതിജീവിച്ച മഹാമാരികൾക്ക് ഉദാഹരണങ്ങളേവ? ശരി ഉത്തരം വസൂരി, ക്ഷയം, പ്ലേഗ്, കോവിഡ്-19. ചോദ്യം 5. മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നതും എന്നാൽ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്തതുമായ രോഗകാരികളായ സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങളേവ? ശരി ഉത്തരം ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. ചോദ്യം 6. റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവ ഏത് സൂക്ഷ്മജീവികളാണ്? ശരി ഉത്തരം ഫംഗസ്. ചോദ്യം 7. മനുഷ്യരിൽ രോഗകാരണമാകുന്ന കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ എന്നിവ ഏതിനം സൂക്ഷ്മജീവികളാണ്? ശരി ഉത്തരം ഫംഗസ്. ചോദ്യം 8. മനുഷ്യർ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഫംഗസ് വിഭാഗത്തിലെ വസ്തുവേത്? ശരി ഉത്തരം കൂണുകൾ. ചോദ്യം 9. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിച്ചുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ശരി ഉത്തരം വിരശല്യം, ടെറ്റനസ്, ക്ഷയം. ചോദ്യം 10. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ശരി ഉത്തരം വിരശല്യം, ടെറ്റനസ്. ചോദ്യം 11. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ശരി ഉത്തരം ജലദോഷം, ക്ഷയം. ചോദ്യം 12. ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗത്തിന് ഉദാഹരണമേത്? ശരി ഉത്തരം ടൈഫോയിഡ്. ചോദ്യം 13. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികൾ എങ്ങനെ അറിയപ്പെടുന്നു? ശരി ഉത്തരം രോഗാണുവാഹകർ. ചോദ്യം 14. രോഗാണുവാഹകരായ ജീവികൾക്ക് ഉദാഹരണങ്ങളേവ? ശരി ഉത്തരം ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ. ചോദ്യം 15. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തുനിൽക്കാനുമുള്ള കഴിവ് ശരീരത്തിന് സ്വാഭാവികമായും ഉള്ളത് ഏതു പേരിലറിയപ്പെടുന്നു? ശരി ഉത്തരം രോഗപ്രതിരോധശേഷി. ചോദ്യം 16. സ്വാഭാവിക പ്രതിരോധശേഷി ശരീരത്തിന് ഉണ്ടാക്കാൻ സാധിക്കാത്ത പകർച്ചവ്യാധികൾക്ക് ഉദാഹരണങ്ങളേവ? ശരി ഉത്തരം പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി. ചോദ്യം 17. സ്വാഭാവിക പ്രതിരോധശേഷി ശരീരത്തിന് ഉണ്ടാക്കാൻ സാധിക്കാത്ത പകർച്ചവ്യാധികളെ തടയാനായി ചെയ്യേണ്ട നടപടിയെന്ത്? ശരി ഉത്തരം പ്രതിരോധ കുത്തിവെപ്പ്. ചോദ്യം 18. പ്രതിരോധ കുത്തിവെപ്പിലൂടെ നേടിയെടുക്കുന്ന, ആർജിക്കുന്ന രോഗപ്രതിരോധശേഷി ഏതു പേരിലറിയപ്പെടുന്നു? ശരി ഉത്തരം ആർജിത രോഗപ്രതിരോധശേഷി. ചോദ്യം 19. മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരുന്ന വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള മഹാമാരികളെ അതിജീവിക്കാൻ സാധിച്ചത് ഏത് മാർഗത്തിലൂടെയാണ്? ശരി ഉത്തരം പ്രതിരോധ കുത്തിവെപ്പിലൂടെ. ചോദ്യം 20. അരിയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള പോഷക ഘടകമേത്? ശരി ഉത്തരം ധാന്യകം. ചോദ്യം 21. മത്സ്യത്തിൽ കൂടുതലായുള്ള പോഷക ഘടകമേത്? ശരി ഉത്തരം പ്രോട്ടീൻ. ചോദ്യം 22. എണ്ണകളിൽ കൂടുതലായുള്ള പോഷക ഘടകമേത്? ശരി ഉത്തരം കൊഴുപ്പ്. ചോദ്യം 23. ധാതുലവണങ്ങൾ, വിറ്റമിനുകൾ എന്നിവ കൂടുതലായുള്ള ഭക്ഷ്യവസ്തുക്കളേവ? ശരി ഉത്തരം പഴങ്ങളും പച്ചക്കറികളും. ചോദ്യം 24. എന്തൊക്കെ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്? ശരി ഉത്തരം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ചോദ്യം 25. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന പോഷകമേത്? ശരി ഉത്തരം ധാന്യകം. ചോദ്യം 26. ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളേതെല്ലാം? ശരി ഉത്തരം അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. ചോദ്യം 27. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ ഏത് രൂപത്തിലാണ് ധാന്യകം അടങ്ങിയിരിക്കുന്നത്? ശരി ഉത്തരം അന്നജ രൂപത്തിൽ. ചോദ്യം 28. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന നിറമേത്? ശരി ഉത്തരം കടും നീല നിറം. ചോദ്യം 29. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാരഘടകമേത്? ശരി ഉത്തരം പ്രോട്ടീൻ, മാംസ്യം. ചോദ്യം 30. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായതെന്ത്? ശരി ഉത്തരം പ്രോട്ടീൻ. ചോദ്യം 31. ധാന്യകങ്ങളുടെ അഭാവത്തിൽ ഊർജ്ജനിർമ്മാണത്തിനായി ശരീരം പ്രയോജനപ്പെടുത്തുന്നതെന്ത്? ശരി ഉത്തരം പ്രോട്ടീൻ. ചോദ്യം 32. പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ള ഏതെല്ലാം? ശരി ഉത്തരം ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. ചോദ്യം 33. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഏത് തോതിലാണ് പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ടത്? ശരി ഉത്തരം 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ. ചോദ്യം 34.
പ്രോട്ടീന്റെ അഭാവം മൂലമുള്ള രോഗാവസ്ഥയേത്? ശരി ഉത്തരം ക്വാഷിയോർക്ക്. ചോദ്യം 35. ഏത് രോഗാവസ്ഥയുടെ ലക്ഷണമാണ് ശോഷിച്ച ശരീരവും വീർത്ത വയറും? ശരി ഉത്തരം ക്വാഷിയോർക്ക്. ചോദ്യം 36. വളർച്ച മുരടിക്കാൻ കാരണമാവുന്നത് ഏത് പോഷകം കുറയുന്നത് മൂലമാണ്? ശരി ഉത്തരം പ്രോട്ടീൻ. ചോദ്യം 37. കാർബോഹൈഡ്രേറ്റിനെ പോലെ ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്ന പോഷകമേത്? ശരി ഉത്തരം കൊഴുപ്പ്. ചോദ്യം 38. എന്തിന്റെ രൂപമാണ് കൊളസ്ട്രോൾ? ശരി ഉത്തരം കൊഴുപ്പിന്റെ. ചോദ്യം 39. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുള്ളത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം എത്ര ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ്? ശരി ഉത്തരം 295 ഗ്രാം. ചോദ്യം 40. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാരഘടകങ്ങളേവ? ശരി ഉത്തരം വിറ്റമിനുകളും ധാതുലവണങ്ങളും. ചോദ്യം 41. വിറ്റമിനുകളെ 2 വിഭാഗങ്ങളായി തരം തിരിക്കുന്നത് ഏത് സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ശരി ഉത്തരം ജലത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നിങ്ങനെ. ചോദ്യം 42. ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകളേതെല്ലാം? ശരി ഉത്തരം വിറ്റമിൻ ബി കോംപ്ലക്സ്, വിറ്റമിൻ സി. ചോദ്യം 43. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകളേവ? ശരി ഉത്തരം വിറ്റമിൻ എ, ഡി, ഇ, കെ എന്നിവ. ചോദ്യം 44. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിൽ പ്രാധാന്യമുള്ള വിറ്റമിനേത്? ശരി ഉത്തരം വിറ്റമിൻ എ. ചോദ്യം 45. വിറ്റമിൻ എയുടെ ഉറവിടങ്ങളേവ? ശരി ഉത്തരം കാരറ്റ്, ചീര, പാലുതപനങ്ങൾ, കരൾ, മുരിങ്ങയില. ചോദ്യം 46. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയിൽ പ്രാധാന്യമുള്ള വിറ്റാമിനുകളേവ? ശരി ഉത്തരം വിറ്റമിൻ ബി കോംപ്ലക്സ്. ചോദ്യം 47. വിറ്റമിൻ ബി കോംപ്ലക്സിന്റെ പ്രധാന ഉറവിടങ്ങളേവ? ശരി ഉത്തരം ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില. ചോദ്യം 48. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിൽ പ്രാധാന്യമുള്ള വിറ്റമിനേത്? ശരി ഉത്തരം വിറ്റമിൻ സി. ചോദ്യം 49. വിറ്റമിൻ സിയുടെ പ്രധാന ഉറവിടങ്ങളേവ? ശരി ഉത്തരം പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ചോദ്യം 50. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആരോഗ്യം എന്നിവയ്ക്ക് ശരീരത്തിന് വേണ്ട വിറ്റമിനേത്? ശരി ഉത്തരം വിറ്റമിൻ ഡി. ചോദ്യം 51. സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിനേത്? ശരി ഉത്തരം വിറ്റമിൻ ഡി. ചോദ്യം 52. വിറ്റമിൻ ഡിയുടെ ഉറവിടമായ ഭക്ഷ്യവസ്തുവിന് ഉദാഹരണമേത്? ശരി ഉത്തരം പാലുൽപ്പന്നങ്ങൾ. ചോദ്യം 53. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിൽ പ്രാധാന്യമുള്ള വിറ്റമിനേത്? ശരി ഉത്തരം വിറ്റമിൻ ഇ. ചോദ്യം 54. വിറ്റമിൻ ഇയുടെ പ്രധാന ഉറവിടങ്ങളേവ? ശരി ഉത്തരം സസ്യ എണ്ണകൾ. ചോദ്യം 55. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിനേത്? ശരി ഉത്തരം വിറ്റമിൻ കെ. ചോദ്യം 56. വിറ്റമിൻ കെയുടെ പ്രധാന ഉറവിടങ്ങളേവ? ശരി ഉത്തരം കാബേജ്, ചീര, കോളിഫ്ലവർ. ചോദ്യം 57. ചൂടാക്കുമ്പോൾ നഷ്ടമാവുന്ന വിറ്റമിനേത്? ശരി ഉത്തരം വിറ്റമിൻ സി. ചോദ്യം 58. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവ അടച്ചുവെച്ച് വേവിക്കുന്നത് ഏത് വിറ്റമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? ശരി ഉത്തരം വിറ്റമിൻ സി. ചോദ്യം 59. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതുലവണമേത്? ശരി ഉത്തരം ഇരുമ്പ്. ചോദ്യം 60. ഇരുമ്പിന്റെ സ്രോതസ്സായ ഭക്ഷ്യവസ്തുക്കളേവ? ശരി ഉത്തരം ഇലക്കറികൾ, മത്തൻകുരു മുതിര, ശർക്കര, കരൾ. ചോദ്യം 61. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ ധാതുക്കളേവ? ശരി ഉത്തരം കാൽസ്യവും ഫോസ്ഫറസും. ചോദ്യം 62. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ സ്രോതസ്സായ ഭക്ഷ്യവസ്തുക്കളേവ? ശരി ഉത്തരം ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. ചോദ്യം 63. ശരീരത്തിനാവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതുവേത്? ശരി ഉത്തരം സോഡിയം. ചോദ്യം 64. സോഡിയത്തിന്റെ പ്രധാന സ്രോതസ്സായ ഭക്ഷ്യവസ്തു ഏത്? ശരി ഉത്തരം കറിയുപ്പ്. ചോദ്യം 65. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യകമായ ധാതുവേത്? ശരി ഉത്തരം അയഡിൻ. ചോദ്യം 66. കടൽ മത്സ്യങ്ങളുടെ തലയിലുള്ള പ്രധാന പോഷകമേത്? ശരി ഉത്തരം അയഡിൻ. ചോദ്യം 67. പോഷകങ്ങളുടെ അഭാവം മൂലം ശരീരവളർച്ച മുരടിക്കുന്നതും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതും ഏതു പേരിൽ അറിയപ്പെടുന്നു? ശരി ഉത്തരം പോഷക അപര്യാപ്തത രോഗങ്ങൾ.
ചോദ്യം 68. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത രോഗാവസ്ഥയായ നിശാന്തയ്ക്ക് കാരണം ഏത് വിറ്റമിന്റെ കുറവാണ്? ശരി ഉത്തരം വിറ്റാമിൻ എ. ചോദ്യം 69. വായിൽ വ്രണങ്ങളുണ്ടാകുന്ന വായുപുണ്ണിന് കാരണം ഏത് വിറ്റമിന്റെ കുറവാണ്? ശരി ഉത്തരം വിറ്റമിൻ ബി. ചോദ്യം 70. മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്ന സ്കാർവി രോഗത്തിന് കാരണം ഏത് വിറ്റമിൻ കുറവാണ്? ശരി ഉത്തരം വിറ്റമിൻ സി. ചോദ്യം 71. അസ്കോർബിക് ആസിഡ് എന്നും അറിയപ്പെടുന്ന വിറ്റമിൻ ഏത്? ശരി ഉത്തരം വിറ്റമിൻ സി. ചോദ്യം 72. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന കണരോഗത്തിന് കാരണം ഏത് വിറ്റമിന്റെ കുറവാണ്? ശരി ഉത്തരം വിറ്റമിൻ ഡി. ചോദ്യം 73. രക്തക്കുറവ്, വിളർച്ച എന്നിവയ്ക്ക് കാരണമായ അനീമിയ ഏത് ധാതുവിന്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്? ശരി ഉത്തരം ഇരുമ്പ്. ചോദ്യം 74. തൊണ്ടയിൽ മുഴയുണ്ടാകുന്ന ഗോയിറ്റർ രോഗത്തിന് കാരണം ഏത് ധാതുവിന്റെ കുറവാണ്? ശരി ഉത്തരം അയഡിൻ. ചോദ്യം 75. ശരീരത്തിനു വേണ്ട എല്ലാ പോഷകഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമേത്? ശരി ഉത്തരം സമീകൃതാഹാരം. ചോദ്യം 76. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത്? ശരി ഉത്തരം ലെപ്റ്റോസ്പൈറോ. ചോദ്യം 77. ലെപ്റ്റോസ്പൈറോസിസ് എന്നും അറിയപ്പെടുന്ന രോഗമേത്? ശരി ഉത്തരം എലിപ്പനി. ചോദ്യം 78. പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നുപിടിക്കാൻ ഇടയുള്ള രോഗമേത്? ശരി ഉത്തരം എലിപ്പനി. ചോദ്യം 79. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമേത്? ശരി ഉത്തരം ക്ഷയം. ചോദ്യം 80. കോക്ക് ഡിസീസ്, വൈറ്റ് പ്ലേഗ് എന്നിങ്ങനെയും അറിയപ്പെട്ടിരുന്ന രോഗമേത്? ശരി ഉത്തരം ക്ഷയം. ചോദ്യം 81. ക്ഷയരോഗത്തിന് കാരണമായ സൂക്ഷ്മാണു ഏത്? ശരി ഉത്തരം മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് ബാക്ടീരിയ. ചോദ്യം 82. ക്ഷയരോഗം മുഖ്യമായും ബാധിക്കുന്ന ശരീരഭാഗം ഏത്? ശരി ഉത്തരം ശ്വാസകോശം. ചോദ്യം 83. ക്ഷയരോഗത്തിന്റെ മുഖ്യലക്ഷണങ്ങൾ ഏതെല്ലാം? ശരി ഉത്തരം ശരീരത്തിന് ഭാരക്കുറവ്, ക്ഷീണം, സ്ഥിരമായ ചുമ. ചോദ്യം 84. ക്ഷയരോഗം ബാധിക്കാറുള്ള ശരീരത്തിലെ മറ്റ് അവയവങ്ങളേവ? ശരി ഉത്തരം വക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ്. ചോദ്യം 85. മാൻഡോക്സ് ടെസ്റ്റ്, ടൈൻ ടെസ്റ്റ്, ഡോട്ട്സ് ടെസ്റ്റ് എന്നിവ ഏത് രോഗം സ്ഥിരീകരിക്കാനായി നടത്തുന്നവയാണ്? ശരി ഉത്തരം ക്ഷയരോഗം. ചോദ്യം 86. ഡോട്ട്സ് ചികിത്സ ഏത് രോഗം ഭേദമാക്കാൻ നടത്തുന്നതാണ്? ശരി ഉത്തരം ക്ഷയരോഗം. ചോദ്യം 87. ക്ഷയരോഗം തടയാനുള്ള പ്രതിരോധ വാക്സിൻ ഏത്? ശരി ഉത്തരം BCG. ചോദ്യം 88. ഹാൻസൻസ് ഡിസീസ് എന്നും അറിയപ്പെടുന്ന പ്രാചീന രോഗം ഏത്? ശരി ഉത്തരം കുഷ്ഠരോഗം. ചോദ്യം 89. ഏറ്റവും കുറഞ്ഞ പകർച്ചാസാധ്യതയുള്ള പകർച്ചവ്യാധിയായി അറിയപ്പെടുന്നതേത്? ശരി ഉത്തരം കുഷ്ഠരോഗം. ചോദ്യം 90. ലെപ്രോമിൻ, ഹിസ്റ്റാമിൻ ടെസ്റ്റുകൾ ഏത് രോഗത്തിന്റെ നിർണയവുമായി ബന്ധപ്പെട്ടവയാണ്? ശരി ഉത്തരം കുഷ്ഠരോഗം. ചോദ്യം 91. നാഡീവ്യവസ്ഥയെ, പ്രധാനമായും ത്വക്കിനെയും ഉപരിഭാഗത്തുള്ള നാഡികളെയും ബാധിക്കുന്ന രോഗമേത്? ശരി ഉത്തരം കുഷ്ഠരോഗം. ചോദ്യം 92. ബ്രേക്ക് ബോൺ ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പകർച്ചവ്യാധി ഏത്? ശരി ഉത്തരം ഡെങ്കിപ്പനി. ചോദ്യം 93. വൈറസ് രോഗമായ ഡെങ്കിപ്പനി പരത്തുന്ന പ്രധാന കൊതുകിനുമേത്? ശരി ഉത്തരം ഈഡിസ് ഈജിപ്തി. ചോദ്യം 94. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിലെ കുറവ്, താഴ്ന്ന രക്തസമ്മർദ്ദം എന്നിവ ഏത് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്? ശരി ഉത്തരം ഡെങ്കിപ്പനി. ചോദ്യം 95. ഡെങ്കിപ്പനിയുടെ സ്ഥിരീകരണത്തിനായി നടത്തുന്ന പ്രധാന ടെസ്റ്റ് ഏത്? ശരി ഉത്തരം ടൂർണിക്കറ്റ് ടെസ്റ്റ്. ചോദ്യം 96. ദക്ഷിണേന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട മാരക വൈറസ് രോഗമായ ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് ഏതു പേരിലാണ് വ്യാപകമായി അറിയപ്പെടുന്നത്? ശരി ഉത്തരം കുരങ്ങുപനി. ചോദ്യം 97. ഏതിനത്തിൽപ്പെട്ട വൈറസുകളാണ് കുരങ്ങുപനിക്ക് കാരണം? ശരി ഉത്തരം ഫ്ലാവിവിരിഡിയെ. ചോദ്യം 98. ആദ്യമായി കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെവിടെ? ശരി ഉത്തരം കർണാടകത്തിലെ ക്യാസനൂർ വനത്തിൽ. ചോദ്യം 99. കേരളത്തിൽ നിപ വൈറസ് ബാധ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത വർഷമേത്? ശരി ഉത്തരം 2018. ചോദ്യം 100. കേരളത്തിലെ ആദ്യത്തെ നിപ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലമേത്? ശരി ഉത്തരം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര. ചോദ്യം 101. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗമേത്? ശരി ഉത്തരം ഡിഫ്തീരിയ. ചോദ്യം 102. ഡിഫ്തീരിയയ്ക്ക് കാരണമായ ബാക്ടീരിയ ഏത്? ശരി ഉത്തരം കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. ചോദ്യം 103. ഡിഫ്തീരിയ രോഗത്തിന്റെ നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഏത്? ശരി ഉത്തരം ഷിക്ക് ടെസ്റ്റ്.
ചോദ്യം 104. വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ അഥവാ ലോക്കജ എന്ന ലക്ഷണം കാട്ടുന്നതിനാൽ ലോക്കജ ഡിസീസ് എന്നും അറിയപ്പെടുന്ന രോഗമേത്? ശരിയുത്തരം ടെറ്റനസ്. ചോദ്യം 105. ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളെയാണ് ടെറ്റനസ് എന്ന ബാക്ടീരിയ രോഗം ബാധിക്കുന്നത്? ശരിയുത്തരം സന്ധികളും പേശികളും. ചോദ്യം 106. കുതിരസന്നി എന്നും അറിയപ്പെടുന്ന രോഗമേത്? ശരിയുത്തരം ടെറ്റനസ്. ചോദ്യം 107. ശരീരത്തിലെ മുറിവുകളിലൂടെ രോഗാണു അകത്ത് പ്രവേശിച്ചുണ്ടാവുന്ന രോഗമേത്? ശരിയുത്തരം ടെറ്റനസ്. ചോദ്യം 108. എൻട്രിക് ഫീവർ, ജ്വരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗമേത്? ശരിയുത്തരം ടൈഫോയിഡ്. ചോദ്യം 109. ബാക്ടീരിയ രോഗമായ ടൈഫോയിഡ് ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ശരിയുത്തരം കുടൽ. ചോദ്യം 110. ടൈഫോയിഡ് രോഗത്തിന്റെ നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഏത്? ശരിയുത്തരം വിഡാൽ ടെസ്റ്റ്. ചോദ്യം 111. മലേറിയ, ചതുപ്പുബി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന രോഗമേത്? ശരിയുത്തരം മലമ്പനി. ചോദ്യം 112. മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവികളേവ? ശരിയുത്തരം പ്രോട്ടോസോവ വിഭാഗത്തിലെ പ്ലാസ്മോഡിയം ജനുസിലെ പരാദങ്ങൾ. ചോദ്യം 113. ഏതിനം കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്? ശരിയുത്തരം അനോഫിലിസ് ഇനത്തിലുള്ള പെൺകൊതുകുകൾ. ചോദ്യം 114. ചാക്രികമായി പനി വരികയും പോവുകയും ചെയ്യുന്നത് ഏത് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ്? ശരിയുത്തരം മലമ്പനിയുടെ. ചോദ്യം 115. അനോഫിലിസ് പെൺകൊതുകുകളാണ് മലമ്പനി പരത്തുന്നത് എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാര്? ശരിയുത്തരം സർ റൊണാൾഡ് റോസ്. ചോദ്യം 116. ശരീരത്തിന് രോഗപ്രതിരോധശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധശേഷി തകരാറിലാവുന്ന രോഗാവസ്ഥ ഏത്? ശരിയുത്തരം എയ്ഡ്സ്. ചോദ്യം 117. എയ്ഡ്സിന് കാരണമായ വൈറസ് ഏത്? ശരിയുത്തരം HIV വൈറസ്. ചോദ്യം 118. എയ്ഡ്സ് രോഗം പകരുന്ന പ്രധാന വിധങ്ങൾ ഏതെല്ലാം? ശരിയുത്തരം HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധം, HIV ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് HIV ഘടകങ്ങളുള്ള സിറിഞ്ചും സൂചിയും പങ്കുവയ്ക്കുന്നതിലൂടെ, HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ. ചോദ്യം 119. ഫംഗസുകൾ മൂലം മനുഷ്യരിലുണ്ടാവുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ശരിയുത്തരം വട്ടച്ചൊറി, അത്ലറ്റ്സ് ഫൂട്ട്. ചോദ്യം 120. മനുഷ്യരിലുണ്ടാവുന്ന പ്രോട്ടോസോവ രോഗത്തിന് ഉദാഹരണമേത്? ശരിയുത്തരം മലമ്പനി. ചോദ്യം 121. 2025 റിപ്പബ്ലിക് ദിന പരിപാടിയിൽ അതിഥിയായി ക്ഷണിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് ആരെയാണ്? ശരിയുത്തരം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. ചോദ്യം 122. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനായത്? ശരിയുത്തരം രാജേഷ് കുമാർ സിംഗ്. ചോദ്യം 123. ഏതു വർഷത്തെ ഒളിമ്പിക്സിന്റെ ആതിഥേയത്വത്തിനായാണ് ഇന്ത്യ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയെ സമീപിച്ചത്? ശരിയുത്തരം 2036. ചോദ്യം 124. രാജ്യത്താദ്യമായി സർക്കാർ ജോലിയിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം? ശരിയുത്തരം മധ്യപ്രദേശ്. ചോദ്യം 125. വിൻവാക്സ് 2024 ഏത് രാജ്യവുമായി ചേർന്നുള്ള ഇന്ത്യയുടെ സൈനികാഭ്യാസമാണ്? ശരിയുത്തരം വിയറ്റ്നാം. ഹരിയാനയിലെ അംബാലയാണ് വേദി. വിയറ്റ്നാം ഇന്ത്യ ബൈലാറ്ററൽ ആർമി എക്സസൈസ് ആണ് വിൻവാക്സ്. ചോദ്യം 126. നഗരങ്ങളിലെ സുസ്ഥിര വികസനത്തിനുള്ള ആഗോള അംഗീകാരമായ ഷാങ്ഹായ് പുരസ്കാരം ലഭിച്ച കേരളത്തിലെ നഗരസഭ? ശരിയുത്തരം തിരുവനന്തപുരം. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യ നഗരസഭയാണ് തിരുവനന്തപുരം. ചോദ്യം 127. പള്ളിപ്പുറം ടെക്നോസിറ്റി കാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ച സെമികണ്ടക്ടർ നിർമ്മാണ കമ്പനിയായ ട്രാസ്നയുടെ ആസ്ഥാനം? ശരിയുത്തരം അയർലൻഡ്. ചോദ്യം 128. ഉപഗ്രഹ നിരീക്ഷണ കേന്ദ്രമായ ഇസ്രോ ടെലിമെട്രി, ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിന്റെ ഡയറക്ടറായി നിയമിതനായ മലയാളി ബഹിരാകാശ ശാസ്ത്രജ്ഞൻ? ശരിയുത്തരം ഡോക്ടർ AK അനിൽകുമാർ. ചോദ്യം 129. ഗൂഗിളിന് 20 ഡെസില്യൺ 2 ശേഷം 34 പൂജ്യങ്ങൾ ഡോളർ പിഴ ചുമത്തിയ രാജ്യം? ശരിയുത്തരം റഷ്യ. ചോദ്യം 130. 2024 വാക്കായി കോളിൻസ് നിഘണ്ടു തിരഞ്ഞെടുത്ത വാക്ക്? ശരിയുത്തരം ബ്രാഡ്. ഇംഗ്ലീഷ് ഗായിക ചാർലി XCXന്റെ തരംഗം സൃഷ്ടിച്ച ആൽബമാണിത്. ആത്മവിശ്വാസമുള്ളതും സ്വതന്ത്രവും സുഖസന്തോഷങ്ങൾ ഇഷ്ടപ്പെടുന്നതുമായ സമീപനമെന്നാണ് അർത്ഥമാക്കുന്നത്. ചോദ്യം 131. നിയമപരമായി വിവാഹിതരല്ലെങ്കിൽ ഗാർഹിക പീഡനക്കുറ്റം നിലനിൽക്കില്ലെന്ന് വിലയിരുത്തിയ കോടതി? ശരിയുത്തരം കേരള ഹൈക്കോടതി. ചോദ്യം 132. സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്ന ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ശരിയുത്തരം ആന്ധ്രാപ്രദേശ്.
ചോദ്യം 133. പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിയുടെ വേദി. ശരി ഉത്തരം ഡൽഹി. ചോദ്യം 134. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ കരകൗശല തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ശരി ഉത്തരം ടുലിബ്. ചോദ്യം 135. 2024 ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചതാർ? ശരി ഉത്തരം അബ്ദുല്ല അബൂബക്കർ. ചോദ്യം 136. അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ 2024 ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചതാർക്ക്? ശരി ഉത്തരം ചാത്തനാത്ത് അച്യുതനുണ്ണി.